ദിനേശൻ എന്താ ഇതിപ്പോ എന്നോട് പറയുന്ന? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ സ്ഥിരം കാണുന്നവരെ പർദ്ദയിട്ടാലും തിരിച്ചറിയാൻ പറ്റും. ആ പർദ്ദയിട്ട ആളിൽ നിന്ന് കിട്ടിയ തല്ലേ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചില്ലെങ്കിലേ പിന്നെ ആകെ പ്രശ്നമാവും. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിൽ എന്താ, ആ വലിയ സത്യം തെളിയിക്കാൻ പറ്റിയില്ലേ? എന്തായാലും എന്റെ കഴുത്തിൽ മിന്നി കെട്ടിയത് ആരാണെന്ന് തിരിച്ചറിഞ്ഞല്ലോ. ഇനി പ്രശ്നമില്ല. നിങ്ങൾ ഇതെന്തൊക്കെയാ പറയുന്നേ? അപ്പോ അപ്പച്ചിക്ക് ഇതൊന്നും അറിയില്ലേ? ദിനേശൻ എന്താ സിനിമ കഥയാണെന്ന് പറഞ്ഞു തുടങ്ങിയതാ. അതെന്താ ഏതാന്നൊന്നും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതെ, ഇവിടുത്തെ റൂമുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്താ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. എന്ത് മനസ്സിലാവൂന്ന്? അല്ല, ഒരു പർദ്ദ കണ്ടുകിട്ടിയെന്ന് വരുമല്ലോ. ശരിയാ, എന്നാ നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് നോക്കിയാലോ? എല്ലാരും ഒന്ന് എങ്ങോട്ടാ? ഇവിടെ റൂമുകളിലൊക്കെ ഒന്ന് നോക്കാം. അത്ര പെട്ടെന്നൊരു പർദ്ദ മാറ്റി മറ്റെവിടെ ഒളിപ്പിക്കാനാ? അതെ, നോക്കാന്നേ. സിനിമ കഥയാണെന്ന് പറഞ്ഞ് ഇവിടെ മുറികളിലൊക്കെ കയറി അന്വേഷിക്കുന്നത് എന്തിനാ? എന്ത് കാര്യം അതുകൊണ്ടുള്ളത്? അപ്പച്ചി ഒന്ന് മാറിയെന്നേ, ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്ത് സംശയം? പറയ്. അത് എന്താ കാര്യം എന്ന് പറയും സഞ്ജു, ഞാൻ മറുപടി പറയാം. ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് തന്നെയാണ് ഞാൻ അവിടേക്ക് ചെന്ന്. പക്ഷെ കവിത ഇളയമ്മയായി അതിന് ഒരു ബന്ധവും ഇല്ല. ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഇവിടെ ആരും അല്ലെങ്കിൽ പിന്നെ സഞ്ജുവും ഇവിടെയുള്ള എല്ലാരും ഇത്ര പരിഭ്രമം കാണിക്കുന്ന എന്തിനാ? അതാ എനിക്ക് മനസ്സിലാവാത്ത. വെറുതെ ഏതോ സംശയത്തിന്റെ പേരില് സംഘം ചേർന്ന് മറ്റുള്ളവരുടെ ബെഡ്റൂം പരിശോധിക്കാം. സത്യത്തില് ഇതൊക്കെ ചീപ്പ് ഏർപ്പാടാ. മറ്റുള്ളവരുടെ കാര്യം പോട്ടെ, സഞ്ജുവിനും ചെറിയച്ഛനും ഇതെങ്ങനെ സാധിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്ത. എന്തിനാ ഇളമ എങ്ങനെ എല്ലാരും കൂടി ക്രോസ് വിസ്താരം ചെയ്യുന്നത്? ഇതത്ര ശരിയല്ല കേട്ടോ. എന്റെ പൊന്നു മോളെ, ഞാൻ വിശക്കുന്നു, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോണെന്ന് പറഞ്ഞു പോയതാ. ഇവള് സമ്മതിക്കുന്നില്ല. എന്നെ പിടിച്ചു നിർത്തി എന്താ സിനിമ കഥ പറയുക? ഇളമ വരൂ, വിശക്കുന്നെന്നല്ലേ പറഞ്ഞ്, എന്തെങ്കിലും കഴിക്കാം, വന്ന്. ഇളയമ്മ വരൂന്നേ. ആരും റൂമിൽ ഒന്നും കയറാൻ പോകുന്നില്ല. അത്ര കൾച്ചർലെസ് അല്ല ഇവരൊന്നും. വാ. കണ്ടില്ലേ, നമ്മൾ ഇതെല്ലാം പറഞ്ഞപ്പോ അവരുടെ ഭാവം കണ്ടില്ലേ? സംശയമില്ല, മുത്തശ്ശനും മുത്തശ്ശിയും പിടിച്ചു കിട്ടിയത് കവിത അപ്പിച്ചി തന്നെയാ. ഇത്രയും വലിയ ക്രൂരതകൾ ചെയ്യാൻ മടിക്കാത്തവരവര്. ഇനി ഈ വീട്ടിൽ ആരെയും കൊല്ലാൻ അവര് മടിക്കില്ല. സൂക്ഷിക്കണം.